ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. ഇത് വെറും കടലക്കറിയല്ല, സ്പെഷ്യൽ കടലക്കറി എന്ന് പറയാനായിട്ട് ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ, അതേ സ്മെല്ലോട് കൂടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതുപോലെ കടലക്കറി ഇഷ്ടമില്ല, എന്താ പറയുക, കടലക്കറി ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കടലക്കറി ഇഷ്ടപ്പെട്ടു പോകും. പിന്നെ അതുമാത്രമല്ല, ഒരു തവണ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്വാണ്ടിറ്റി വൈസ് 2 കപ്പോളം കടലയാണ് സോക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിൽ വെച്ചിരുന്നത്. അത് നന്നായിട്ട് കഴുകി വാരി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള, 2 സവാള, ഒരു അര തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി, കറിവേപ്പില എല്ലാം അരികത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചിക്കറിയുടെ പോലത്തെ കടലക്കറിയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഐറ്റംസ് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഞാൻ നോർമൽ കടലക്കറിക്കും വെളുത്തുള്ളി ആഡ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസൊക്കെ കടലയിൽ നിന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നത്തെ കൂട്ടെന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ കടലക്കറി ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുക്കറിലേക്ക് ഒരു 1-2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിനുശേഷം നമ്മൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ പീസ് ഇഞ്ചിയും, ഒരു 5-6 ഗ്രീൻ ചില്ലിയും മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഒരുപാട് അരയ്ക്കൊന്നും വേണ്ട, അരഞ്ഞൊന്നും പോകരുത്, ഒന്ന് ക്രഷ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരപ്പ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു. അതൊന്ന് വഴട്ടിയതിന് ശേഷം നമ്മൾ പിന്നീട് 2 ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ സവോളയുടെ അളവ് കുറയ്ക്കണം എന്നുള്ളവർക്ക് കുറയ്ക്കാം. നമ്മളുടെ കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ മല്ലിപ്പൊടിയുടെ അളവ് കൂടുതലും സവോളയുടെ അളവൊക്കെ കൂട്ടുന്നത് നമ്മളുടെ ഈ ഒരു കറിക്ക് കൂടുതൽ ആ ഒരു ഇറച്ചിക്കറി അല്ലെങ്കിൽ ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറിയൊക്കെ പോലെ കൂടുതൽ രുചി കൂടും. പിന്നെ അതുപോലെ തന്നെ വെജിറ്റേറിയൻസിന്, നമ്മൾ നോൺ വെജ് കഴിക്കാത്ത വെജിറ്റേറിയൻസിന് ഈ ഒരു കടലക്കറി കിട്ടലാണ് കേട്ടോ. ഈ ഒരു ടേസ്റ്റിൽ തയ്യാറാക്കി കഴിക്കണേ. അപ്പോൾ നമ്മുടെ സവോള ഇട്ടു, അതിനുശേഷം നമ്മളിതാ ഒരു തണ്ട് കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഒരു അര തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ തക്കാളിയും സവോളയൊക്കെ ഒന്ന് വഴണ്ട് വരാനായിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് മുതിർന്നവർക്കൊക്കെ ആണെങ്കിലും ഈ ഒരു കടലക്കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ കടലക്കറി എന്ന് പറയുന്നത് ഒരുപാട് രീതിയിൽ വെക്കാറുണ്ടല്ലേ. പച്ച തേങ്ങ അരച്ച് വെക്കാറുണ്ട്, തേങ്ങ വറുത്തരച്ച് വെക്കാറുണ്ട്, തേങ്ങയൊന്നും ചേർക്കാതെ വെറുതെ വെക്കാറുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കടലക്കറി. ഞാൻ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് വെരി സ്പെഷ്യൽ കടലക്കറിയാണ് കേട്ടോ. ഇതുപോലെ വെക്കുന്നവരുണ്ടാവാം, എന്നാൽ വെച്ച് നോക്കാത്തവരുണ്ടാവാം കേട്ടോ. നമ്മളുടെ ഒരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടലക്കറിയിൽ മല്ലിപ്പൊടി ചേർക്കുമായിരിക്കാം. പക്ഷേ ഈ ഒരു കടലക്കറിയിൽ ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതിനുശേഷം ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം വറുത്ത് പൊടിച്ച് ഉള്ള പൊടി, പിന്നെ ഒരു ആവശ്യത്തിന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഗരം മസാലപ്പൊടി. ഇത് നോർമലി നമ്മൾ കൂടുതൽ പേരും തേങ്ങ അരച്ച കടലക്കറിക്കൊന്നും ഒരുപാട് ഗരം മസാലപ്പൊടിയും അങ്ങനെ പെരുംജീരകപ്പൊടിയൊക്കെ ചേർക്കൽ കുറവായിരിക്കാം. എന്നാൽ ഇതിൽ സ്കിപ്പ് ചെയ്യാതെ ആഡ് ചെയ്യേണ്ട ഐറ്റംസാണ്. ഞാൻ ഈ പറഞ്ഞ ഓരോ റെസിപ്പീസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ അത്രയും പെർഫെക്ഷനോടുകൂടി ഇറച്ചിക്കറിയുടെ ആ ഒരു ടേസ്റ്റിൽ അത്രയും പെർഫെക്ഷനോടുകൂടി നമ്മുടെ ഈ കറി കിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു പിന്നെ കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടി കരിഞ്ഞു പോകാതെ. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, ഒരു ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിനുശേഷം നമ്മളിത് ആ കടല ഇട്ടു. ഇനി കുറച്ച് നേരം ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നമ്മുടെ കടല ഒന്ന് വഴട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് എത്രത്തോളം കറി വേണോ അത് നമുക്ക് വെള്ളം ഒഴിച്ച് നീട്ടാം കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുപാട് ലൂസും അല്ല ഒരുപാട് തിക്കും അല്ല, ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ഒരു കടലക്കറി വെക്കുന്നത്. പിന്നെ നമ്മൾ കടലക്കറിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് 2-2.5 കപ്പ് വെക്കുന്നുണ്ട്. കാരണം ഇത് 2 ദിവസത്തേനുള്ള കറിയാണ്. 2 ദിവസം ആകുമ്പോഴത്തേനും നമ്മളുടെ കടലക്കറി കാലിയാകും. കാര്യം എന്ന് വെച്ചാൽ
അത്രയും രുചിയായിട്ടാണ് ഈ ഒരു കടലക്കറി തയ്യാറാക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, കടലക്കറി എനിക്കൊന്നും കുട്ടിക്കാലത്ത് കടലക്കറി വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുമക്കൾക്കും കടലയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും മുഖം ചുളിക്കുന്ന മക്കളായിരിക്കും നമുക്ക് കൂടുതലും. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം കേട്ടോ. സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. നമ്മൾ കോമൺ ആയിട്ടുള്ള ആ സെയിം ടേസ്റ്റ് കടലക്കറി വെച്ച് കുട്ടികളെയും മുതിർന്നവരെയും ഒന്നും മടുപ്പിക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നാൽ വളരെ ഹെൽത്തി ആയിട്ട്, കടല എന്ന് പറയുന്ന ഒരുപാട് ശാരീരിക ഗുണങ്ങൾ ഉള്ള ഒരു സംഭവമാണ്. ഇത് ഉറപ്പായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം, നമ്മുടെ കടല, പയർ, പരിപ്പും ഒക്കെ. അപ്പോൾ അത് വ്യത്യസ്തമായിട്ടുള്ള പുതിയ രുചികളിൽ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളാണെങ്കിലും അതുപോലെ തന്നെ പ്രായം ചെന്നവരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഭർത്താക്കന്മാരാണെങ്കിലും ചോദിച്ച് വാങ്ങിച്ച് ആസ്വദിച്ച് കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കടലക്കറിക്ക് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അത്രത്തോളം ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, പിന്നീട് ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു. ടോട്ടൽ ഒരു 3 ഗ്ലാസോളം വെള്ളമൊക്കെയാണ് ഞാൻ ഒഴിച്ചത്. ഒരുപാട് ഞാൻ വാരി ഒഴിക്കുന്നില്ല. കാര്യം നമ്മളുടെ കറിയുടെ ഒരു സ്റ്റാൻഡേർഡ് ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരുപാട് ലൂസാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കറിയുടെ ടേസ്റ്റ് കുറയും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഗ്രേവിയൊക്കെ വേണ്ടവരെന്ത് ചെയ്യുക, ഉപ്പൊക്കെ നോക്കി ബാലൻസ് ചെയ്തതിന് ശേഷം കൂടുതൽ വെള്ളം ഒഴിച്ചോളുക കേട്ടോ. ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ അതിനുശേഷം അത് സൈഡിൽ കൂടെ തന്നെ ഞാൻ എൻ്റെ ഒരു കൊച്ചു ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയും കൂടെ നോക്കുന്നുണ്ട്. രാവിലെ ഏലക്കയൊക്കെ ഇട്ട് നല്ല അടിപൊളി ചായ അപ്പുറത്ത് റെഡിയാവുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് കടലക്കറി ആകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ പെർഫെക്റ്റ് കോംബോ പുട്ട് തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് നമ്മളിതാ ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കുന്നത്. ഞാൻ ഓൾ ടൈം ചിരട്ടപ്പുട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. കാര്യം വെച്ചാൽ ഇതാണ് നമുക്ക് ക്വാണ്ടിറ്റി വൈസ് കഴിക്കാൻ എളുപ്പവും അതുപോലെ തന്നെ നമുക്ക് കഴുകാനും അതുപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പം എന്നും ഇത് തന്നെയാണ്. അപ്പം ഞാൻ കടലക്കറി എൻ്റെ സെറ്റാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചായ റെഡിയാവുന്നുണ്ട്. നമ്മുടെ പുട്ട് റെഡിയാവുന്നുണ്ട്. കടലക്കറി ആയി കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല പെർഫെക്റ്റ് കടലക്കറി, ഒന്നും പറയാനില്ല കേട്ടോ. ഞാൻ നോക്കി ടേസ്റ്റ് ഉപ്പൊക്കെ കറക്റ്റാണ്. പിന്നെ അതുപോലെ ഉപ്പ് കുറച്ചും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേവ് കറക്റ്റാണ് കേട്ടോ. വിസിലെന്ന് പറയുന്നത് ഒരു 4-5 വിസിലൊക്കെ കേൾക്കുക. അത് ഓരോരുത്തർക്ക് അറിയാമല്ലോ, ഓരോരുത്തരുടെ കടലയുടെ പരിവ് അനുസരിച്ചും അതുപോലെ തന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെയൊക്കെ രീതി അനുസരിച്ചിട്ടാണല്ലോ വേവ് എന്ന് പറയുന്നത്. അപ്പം നോർമലി നിങ്ങളുടെ കടലയ്ക്ക് എത്രയാണോ വേവ് ആ ഒരു വിസിൽ കേൾപ്പിച്ചോളാം. ഞാനൊരു 4-5 വിസിലാണ് കേൾപ്പിച്ചത്. ഇതായി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ആ കിച്ചണിൽ നിന്ന് ഓരോരോ ഐറ്റംസ് നമ്മൾ ടേബിളിലേക്ക് സെറ്റാക്കി വെക്കുകയാണ്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കുറച്ച് രാജാവിനെ പോലെ വേണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ആർഭാടമായിട്ട് വേണം. ലഞ്ചൊക്കെ കുറച്ച് ഒതുക്കിയാലും ഡിന്നർ ഒതുക്കിയാലും എനിക്ക് എന്താണെന്നറിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഗ്ലാസ് ചായയോട് കൂടിയിട്ട് സ്വാദിഷ്ടമായിട്ടുള്ള കറിയും വിഭവങ്ങളും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പറയുക, ഞാനൊക്കെ ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചും അതുപോലെ തന്നെ അതും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, ബ്രെഡ് ഓംലെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല രാജാവിനെ പോലെ നല്ല സ്വാദിഷ്ടമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കിട്ടുമ്പോൾ ആ ദിവസത്തിന് തന്നെ ഒരു എന്താ പറയുക, ദിവസം തന്നെ ഒരു സന്തോഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഫീലാണ് കേട്ടോ. ഇത് കണ്ടോ, പരുവം കണ്ടോ, കടലക്കറി ഒരു രക്ഷയില്ല കേട്ടോ. സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ്. നമ്മളുടെ ഒരു ബീഫ് കറി അല്ലെങ്കിൽ മട്ടൻ കറിയുടെ ഒരു ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കടലക്കറി കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യണം. ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ടോ പേസ്റ്റോ ചേർക്കുക, പിന്നെ മല്ലിപ്പൊടിയുടെ ക്വാണ്ടിറ്റി കൂടുതൽ ചേർക്കുക, സവോളയുടെ ക്വാണ്ടിറ്റി കൂടുതൽ ചേർക്കുക, പിന്നെ ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി. നമ്മൾ എങ്ങനെയാണോ ഒരു ഇറച്ചിക്കറി വെക്കുന്നത് അത് സെയിം വെക്കുക. കടലക്കറി ആണെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഞാൻ കഴിക്കാൻ പോകുന്നത് ഇതാണ്, ഒരു ചൂട് ചിരട്ടപ്പുട്ട്, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ചിരട്ടപ്പുട്ട്. പിന്നെ ഒരു വലിയ ഗ്ലാസ് നല്ല അടിപൊളി ആവശ്യത്തിന് കടുപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഏലക്കയൊക്കെ ഇട്ട് പതപ്പിച്ചെടുത്ത ചായയും ഞാൻ കുറച്ച് നോട്ടം ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല കടകളിലും ഷോപ്പുകളിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ പോയി കഴിഞ്ഞാലും ചായ അത്ര പിടിക്കാറില്ല. കാര്യം എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ഇത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചു അങ്ങനെ. പിന്നെ കറികളാണെങ്കിലും കടലക്കറിയൊക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ ടേസ്റ്റിന് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പോയൊക്കെ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കടലക്കറിക്കൊന്നും ആ ഒരു ഫീൽ കിട്ടാറില്ല. കാരണം ഒരു അനുഗ്രഹമാണ് നമ്മളുടെ ഭക്ഷണം നമ്മൾ സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കി അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. മറ്റുള്ളവർക്ക് രുചിയോട് കൂടിയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുക, അവർ അതിൽ നിന്ന് കുറേ പോസിറ്റീവ്സ് പറയുക, അത് നമ്മൾ കേൾക്കുക, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. എന്താണ്
എന്താണേലും എൻ്റെ കടലക്കറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലേ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ വിശദമായിട്ട് തന്നെയാണ് ഓരോ ഇൻഗ്രീഡിയൻസും ഓരോ റെസിപ്പീസും പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ റെസിപ്പി ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ ഒരു കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ ഒരു കുറ്റിപ്പുട്ടും പിന്നെ ഇതാ നന്നായിട്ട് കടലക്കറി ഒഴിച്ച് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ കടല, പയറ്, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കും കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റിയിലെടുത്ത് കഴിക്കും. ചോറൊക്കെ ആണെങ്കിൽ ചോറ് ചെറിയ പോർഷനാക്കിയിട്ട് ഈ വക ഐറ്റംസ് വലിയ പോർഷനാക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.